ഒരു അപമാനത്തിന്റെ ഭാഗമായാണ് തൃശൂർ പൂരം ഉണ്ടായത് എന്ന കഥ അറിയാമോ? 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം അടക്കിവാണ കാലഘട്ടമായിരുന്നു. ആ കാലത്ത് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിയാണ് അവസാനിക്കുക. അതായിരുന്നു അന്നത്തെ പൂരം. ഹിന്ദു ഐതിഹ്യപ്രകാരം ലോകത്തിലെ എല്ലാ ദേവതകൾ പൂരത്തിന്റെ നാൾ ആറാട്ടുപുഴയിൽ എത്തിച്ചേരുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ 1796 ഒരു പൂരകാലത്ത് പ്രകൃതി ദേശക്കാരോട് കരുണ കാട്ടിയില്ല. ആർത്തുലച്ചെത്തിയ മഴ പൂരത്തിലെത്തിയ മനുഷ്യരെ വല്ലാതെ വലച്ചു. പൂരത്തിന് പുറപ്പെട്ട തൃശൂർക്കാർക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. വൈകിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൃശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ നിന്നും വിലക്കി. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പുക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകളാണ് പൂരത്തിൽ പങ്കെടുക്കാതെ അപമാനിതരായത്. പൂരപ്രേമികളായ തന്റെ പ്രജകളെ ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് വിലക്കിയ വാർത്ത അങ്ങനെ ശക്തൻ തമ്പുരാന്റെ ചെവിയിലും എത്തി. തൃശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കും നാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ പദ്ധതിയിട്ടു. തൃശൂർക്കാരുടെ പൂരം ഇനി വടക്കുനാഥ സന്നിധിയിൽ മതിയെന്നും 1796 മേയിൽ തന്നെ ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു. ഇതാണ് ചരിത്രം. വടക്കുനാഥന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ പൂരം കൊടിയേറി തുടങ്ങി. പൂരത്തിന്റെ കാർമ്മികത്വം ശക്തൻ തമ്പുരാൻ ഏറ്റെടുത്തു. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിൽ ഒന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. 8 ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുള്ള വഴിയിൽ ഇവർക്കേ അവകാശമുള്ളൂ. പൂരത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ 2 കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ്.